നോവലിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. The number of items sold at various outlets of a company is shown below. Construct an Anova and test whether the sales at the outlets are significantly different or not at 5% level of significance. അപ്പോൾ നമുക്കിവിടെ ഡാറ്റ തന്നിരിക്കുന്നത് സെയിൽസ് അറ്റ് ഡിഫറെൻറ്റ് ഔട്ട്ലെറ്റ്സ്, അങ്ങനെ 4 ഔട്ട്ലെറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഔട്ട്ലെറ്റിലുള്ള വാല്യൂസ് 10, 11, 11, 14. സെക്കൻഡ് ഔട്ട്ലെറ്റിലുള്ള വാല്യൂസ് 11, 13, 10, 9, 9 and 11. തേർഡ് ഔട്ട്ലെറ്റിലുള്ള വാല്യൂസ് 14, 14, 15, 14. ആൻഡ് ഫോർത്ത് ഔട്ട്ലെറ്റിലുള്ള വാല്യൂസ് 11, 13, 8, 8, 12, 12 and 30. അപ്പോൾ ഈ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ അനാലിസിസ് ഓഫ് വേരിയൻസ് നടത്താൻ പോകുന്നത്. അതായത് നമുക്ക് സെയിൽസ് അറ്റ് ഡിഫറെൻറ്റ് ഔട്ട്ലെറ്റ്സ് സെയിം ആണോ അല്ലയോ എന്നാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റയ്ക്ക് ആവശ്യമുള്ള അനോവയ്ക്ക് ആവശ്യമുള്ള കുറച്ച് കാൽക്കുലേഷൻസ് സമ്മുകളെല്ലാം ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് സമ്മുകൾ TIകൾ കണ്ടുവച്ചിട്ടുണ്ട്. ആൻഡ് ഓരോന്നിലും വരുന്ന നമ്പർ ഓഫ് ഒബ്സർവേഷൻസും സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രാൻഡ് ടോട്ടൽ കണ്ടുവച്ചു. അപ്പോൾ ഇവിടെ അനോവ തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ എഴുതുന്നത് H0. H0 is the means are equal, the population means are equal എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അനോവ സ്റ്റാർട്ട് ചെയ്യുന്നത്. നൾ ഹൈപ്പോത്തസിസ് ഇസ് the population means are equal. Against our H1 is the population means are not equal. The population means are not equal എന്ന് പറയുന്നതാണ് നമ്മളുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അപ്പോൾ നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എഴുതി. ആൽഫ 5% ചെയ്യാൻ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൽഫ ഈസ് 5%. ഇനിയാണ് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ കാൽക്കുലേഷനിലേക്കുള്ള സ്റ്റെപ്പുകളാണ് ഓരോന്നായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ഗ്രാൻഡ് ടോട്ടൽ G കണ്ടുപിടിക്കണം. ഗ്രാൻഡ് ടോട്ടൽ G അതായത് എല്ലാ ഒബ്സർവേഷൻ്റെയും സം. അപ്പോൾ എല്ലാ ഒബ്സർവേഷനെയും ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 243 ആണ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് K ഇസ് ഈക്വൽ ടു 4 ആണ്. 4 ഔട്ട്ലെറ്റുകളുടെ ഡാറ്റയാണുള്ളത്. അപ്പോൾ K ഇസ് ഈക്വൽ ടു 4. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 21 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ആൻഡ് അപ്പോൾ ഗ്രാൻഡ് ടോട്ടൽ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത കാൽക്കുലേഷനാണ് കറക്ഷൻ ഫാക്ടർ. കറക്ഷൻ ഫാക്ടർ CF ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്. കറക്ഷൻ ഫാക്ടർ CF ഇസ് ഈക്വൽ ടു G² ഡിവൈഡഡ് ബൈ N which is equal to 243 square divided by N, that is 21. അപ്പോൾ ചെയ്യുമ്പോൾ കറക്ഷൻ ഫാക്ടർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2811.86. ഇതാണ് നമ്മളുടെ കറക്ഷൻ ഫാക്ടർ വന്നിരിക്കുന്നത്. അപ്പോൾ കറക്ഷൻ ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ ഈ സം ഓഫ് സ്ക്വയേഴ്സ് കാണുന്ന പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ സം ഓഫ് സ്ക്വയേഴ്സ് നമ്മൾ 3 സം ഓഫ് സ്ക്വയേഴ്സ് ആണ് കാണുന്നത്. അപ്പോൾ ആദ്യം കാണുന്നത് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് ഓർ TSS കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ്, എല്ലാ ഒബ്സർവേഷനെയും സ്ക്വയർ ചെയ്തിട്ട് സമ്മ് കാണും മൈനസ് കറക്ഷൻ ഫാക്ടർ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എല്ലാ ഒബ്സർവേഷനെയും സ്ക്വയർ ചെയ്ത് സമ്മ് ചെയ്തപ്പോൾ 2899 എന്നുള്ള ആൻസറാണ് വന്നിരിക്കുന്നത്. മൈനസ് കറക്ഷൻ ഫാക്ടർ 2811.86. അപ്പം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 87.14 എന്ന് പറഞ്ഞ ആൻസറാണ് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് കിട്ടുന്നത്. ഇനി അടുത്ത സം ഓഫ് സ്ക്വയേഴ്സ് കാണേണ്ടത് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ്. ഇവിടെ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഔട്ട്ലെറ്റുകളാണ്. അപ്പോൾ ഔട്ട്ലെറ്റുകൾ കൊണ്ടുള്ള സം ഓഫ് സ്ക്വയേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എല്ലാ ഔട്ട്ലെറ്റുകളുടെ സമ്മിനെയും ഓരോന്നിനെയും TI കൊണ്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമ്മേഷൻ TI² ഡിവൈഡഡ് ബൈ NI മൈനസ് കറക്ഷൻ ഫാക്ടറാണ്. ഓരോന്നിൻ്റെയും സമ്മ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ എഴുതാൻ പോവുകയാണ്. ഒന്ന് 46 ആണ്. അപ്പോൾ TI² പറഞ്ഞാൽ 46² ഡിവൈഡഡ് ബൈ 4.
plus 63 square divided by 6, 57 square divided by 4, 77 square divided by 7 minus correction fact. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. That is equal to 46 square divided by 4 plus 63 square divided by 6 plus 57 square divided by 4 plus 77 square divided by 7 minus correction factor, which is 2811.86. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ആൻസർ 37.89. അതാണ് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ് കിട്ടിയിരിക്കുന്നത്, 37.89. ഇനി നമുക്ക് വേണ്ടത് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ് ആണ്. ഇറേഴ്സിൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ് ആണ് വേണ്ടത്. ഇറർ സം ഓഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ടോട്ടൽ സം ഓഫ് സ്ക്വയർ TSS മൈനസ് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്, വിച്ച് ഇസ് ഈക്വൽ ടു 87.14 മൈനസ് 37.89. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് 49.25 എന്നുള്ള ആൻസറാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള 3 സം ഓഫ് സ്ക്വയേഴ്സും കിട്ടിക്കഴിഞ്ഞു. ഇനിയാണ് മീൻ സം ഓഫ് സ്ക്വയേഴ്സിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് 2 എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം കണ്ടുപിടിക്കേണ്ടത് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ്. ട്രീറ്റ്മെൻറ്റ് കൊണ്ടുള്ള മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് MST ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് MST? MST is equal to SST divided by K minus 1. അതാണ് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം, K minus 1, which is equal to SST എന്ന് പറഞ്ഞത് കിട്ടിയിരിക്കുന്നത് 37.89 divided by K minus 1, which is 4 minus 1. അതായത് 37.87 ഡിവൈഡഡ് ബൈ 3 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 12.63 ആണ്. മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ്. നൗ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഈസ് MSE. MSE എന്ന് പറഞ്ഞാൽ SSE ഡിവൈഡഡ് ബൈ ഇററിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം, ദാറ്റ് ഈസ് N മൈനസ് K, വിച്ച് ഈസ് ഈക്വൽ ടു 49.25 divided by 21, that is n, minus k is 4. അതായത് 49.25 divided by 17 ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ 17 അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 2.9 എന്നാണ്. അപ്പം MSTയും MSCയും കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്യാം. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് F is equal to MST divided by MSE. ഇതാണ് ചെയ്യേണ്ടത്, which is equal to 12.63 divided by 2.9. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4.36 ആണ്. ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഇനി നമുക്ക് വേണ്ടത് ക്രിട്ടിക്കൽ റീജിയൻ എഴുതുക. ക്രിട്ടിക്കൽ റീജിയൻ ഇസ് F ഗ്രേറ്റർ ദാൻ F ആൾഫ. അപ്പോൾ ആൾഫ 5% ആണ്. ആൾഫ ഇസ് ഈക്വൽ ടു 5% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഫ് ആൾഫ കണ്ടുപിടിക്കേണ്ടത് K-1, N-K ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലാണ്. അതായത് 5% ടേബിളിൽ K-1 എന്ന് പറഞ്ഞാൽ 4-1, ദറ്റ് ഈസ് 3, ആൻഡ് N-K എന്ന് പറഞ്ഞാൽ 21 - 4, വിച്ച് ഈസ് 17. അപ്പോൾ 3ലും 17ലുമാണ് നമ്മൾ എഫ് ടേബിൾസ് നോക്കേണ്ടത്. ഏത് എഫ് ടേബിൾസ് ആണ് നോക്കേണ്ടത്? 5% ഉള്ള എഫ് ടേബിൾ. അപ്പോൾ 5% ഉള്ള എഫ് ടേബിളിൽ N1 എന്ന് പറയുന്നത് 3ലും N2 എന്ന് പറയുന്നത് 17ലുമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ ടേബിൾ വാല്യൂ 3.20 ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നു? ടേബിൾ വാല്യൂ ഈസ് 3.20. അപ്പോൾ നമുക്ക് കിട്ടിയ എഫ് is equal to 4.36, which is greater than the table value 3.20. അപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ റീജിയനിൽ വന്നു.
നമ്മളപ്പോൾ എന്ത് ചെയ്യുന്നു? റിജക്റ്റ് എച്ച് നോട്ട്. എച്ച് നോട്ടിനെ റിജക്റ്റ് ചെയ്യുന്നു. എച്ച് നോട്ടിനെ റിജക്റ്റ് ചെയ്താൽ നമ്മൾ പറയുന്നത് എന്താണ്? പോപ്പുലേഷൻ മീൻസ് ആർ നോട്ട് ഈക്വൽ. പോപ്പുലേഷൻ മീൻസ് ആർ നോട്ട് ഈക്വൽ എന്ന് പറയുന്ന കൺക്ലൂഷനിലേക്കാണ് നമ്മൾ ഈ ടെസ്റ്റ് നടത്തിയ ശേഷം എത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് നടത്തി കഴിഞ്ഞു. ഒരു അനോവ നടത്തി കഴിഞ്ഞാൽ നമ്മൾ അനോവയുടെ റിസൾട്ടുകളെല്ലാം അനോവ ടേബിളിൽ നമുക്ക് എഴുതി വെക്കണം. അപ്പോൾ അനോവ ടേബിൾ സോഴ്സസ് ഓഫ് വേരിയേഷൻ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റിൻ്റെ സ്ഥാനത്ത് നമ്മൾ ആരാണ് എഴുതാൻ പോകുന്നത്? നമ്മളെ ട്രീറ്റ്മെൻറ്റ് ഔട്ട്ലെറ്റ്സ് ആണ്. ഔട്ട്ലെറ്റുകളാണ് ഇവിടുത്തെ ഓരോ ട്രീറ്റ്മെൻറ്റുകൾ. ഇറേഴ്സ് ഉണ്ട്. ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് എഴുതാം. K-1 ആണ് ഔട്ട്ലെറ്റ്സിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം. ദറ്റ് ഈസ് 4-1 വിച്ച് ഈസ് ഈക്വൽ ടു 3. ഇററിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം n-k, ഇറ്റ് ഈസ് 17, അതായത് 21 - 4 എന്ന് വരുന്നു. ആൻഡ് ടോട്ടലിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 20 ആണ്. 17 + 3 അത് 20 ആണ് വരുന്നത്. n-k പ്ലസ് K-1 അല്ലെങ്കിൽ n-1 ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. 20 ആണ്. ഇനി SST നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് എടുത്ത് എഴുതാം. വിച്ച് ഇസ് 37.89 ആൻഡ് SSE ഈസ് ഈക്വൽ ടു 49.25. ടോട്ടൽ സം ഓഫ് സ്ക്വയർ ഇസ് 87.14. MST കിട്ടിയിരിക്കുന്നത് 12.63. MSE is 2.90. ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി. ആൻഡ് എഫിൻ്റെ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് 4.36 ആൻഡ് ടേബിൾ വാല്യൂ ഓഫ് എഫ് ആൽഫ ഈസ് 3.20. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അനോവ ടേബിൾ വരയ്ക്കുന്നത്. അപ്പോൾ അനോവ ടേബിളിൽ നോക്കിയാൽ അറിയാം എഫ് ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ വാസ് റിജക്റ്റ് എച്ച് നോട്ട് ആയിരുന്നു.